ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ആക്ട്രസ് സാമന്ത പ്രൊഡ്യൂസ് ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്ത ഈ മൂവിയുടെ പേര് ശുഭം എന്നാണ്. കേബിൾ ടിവിയിലെ ഒരു മെഗാ സീരിയല് ഒരു നാട്ടിലെ സ്ത്രീകളെയും അവരുടെ ഭർത്താക്കന്മാരെയും അവരുടെ കുടുംബജീവിതത്തെ എല്ലാം തന്നെ ബാധിച്ച ഒരു കഥയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഡിഷ് കുമാർ എന്ന പേരുള്ള ഒരാളെയാണ്. ആ നാട്ടിലെ വീടുകളിലെല്ലാം തന്നെ ഡിഷ് സ്ഥാപിക്കുകയായിരുന്നു അയാളുടെ ജോലി. അയാളുടെ അമ്മൂമ്മ സുഖമല്ലാതെ കിടക്കുകയായിരുന്നു. ഇപ്പൊ വേണമെങ്കിലും മരിക്കുമെന്നൊരു ഘട്ടം. എല്ലാവരും അങ്ങനെ സങ്കടത്തോടെ കിടക്കുന്ന സമയത്ത് ക്ലോക്കിൽ രാത്രി 9 മണിയായെന്ന് കാണിക്കുന്നു. ആ സമയം അവരുടെ കണ്ണ് ക്ലോക്കിലേക്ക് പോകുകയായിരുന്നു. പെട്ടെന്ന് തന്നെ കുമാറിന്റെ ഭാര്യയ്ക്ക് കാര്യം മനസ്സിലായിട്ട് TV ഓണാക്കുന്നു. ടിവിയിൽ ഒരു മെഗാ സീരിയൽ നടക്കുകയാണ്. ആ സീരിയലിലെ നായകനായ രാജാകട്ടെ അയാളുടെ ഭാര്യയോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവളോട് മാപ്പ് പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും അവൾ ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് നാട് വിട്ടു പോയിരിക്കുന്നു. കാലങ്ങളായി ഈ സീരിയൽ തുടങ്ങിയിട്ട് ഇവരൊന്നിച്ച് ഈ കഥ പെട്ടെന്ന് അവസാനിക്കുമെന്ന് കാത്തിരുന്നപ്പോഴാകട്ടെ ഇപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിലേക്ക് പോവുകയാണ്. ഇനി സീതയെ തേടി രാജ് പലയിടത്തും അലഞ്ഞു നടക്കും. ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന് കിടക്കയിൽ കിടന്ന അമ്മുമ്മ ചാടി എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഈ സീരിയൽ ഇനിയും എത്ര കാലം നീട്ടിക്കൊണ്ടു പോകുമെന്ന്, ഇതൊന്ന് അവസാനിപ്പിക്കുമോ എന്ന്. ആ നാട്ടിലെ ഒട്ടുമിക്ക സ്ത്രീകളും കാണുന്ന ഒരു സീരിയലായിരുന്നു ഇത്. അടുത്തതായിട്ട് നമ്മുടെ നായകനായ ശ്രീനിവാസിനെ കാണിക്കുന്നു. ആ നാട്ടിലെ ഒരു കേബിൾ TV ഓപ്പറേറ്റർ ആയിരുന്നു അവൻ. ഈ കഥ നടക്കുന്നത് കുറച്ച് പഴയ കാലത്താണ്. ഇന്റർനെറ്റോ മൊബൈൽ ഫോണോ ഒന്നും തന്നെയില്ല. അവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ചാനലില് അവൻ തന്നെ ചില പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ നല്ല നല്ല സിനിമകളും ബാക്കിയുള്ള ടൈമില് പാട്ടും ഒക്കെ വെച്ചു കൊടുക്കും. ഈ ശ്രീനിവാസന്റെ കൂട്ടുകാരനായ മറ്റൊരാളെ കാണിക്കുന്നുണ്ട്. വെങ്കടേഷ് എന്നാണ് അവന്റെ പേര്. അവനാകട്ടെ എന്തിനും ഏതിനും അവന്റെ വൈഫ് ഗായത്രി വേണം. അവനൊന്ന് കൈഞ്ഞൊടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവളെ കോഫി കൊണ്ടു കൊടുക്കും. എല്ലാ സാധനങ്ങളും അവൻ ഇരിക്കുന്നിടത്ത് കൊണ്ടു കൊടുക്കും. ഗായത്രി നല്ല പോലെ പേടിപ്പിച്ചായിരുന്നു അവൻ നിർത്തിയിരുന്നത്. വെങ്കടേഷിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓരോ ദിവസവും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. അയാളെ സംബന്ധിച്ച് അയാളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ജോലിക്കാരി, അതായിരുന്നു അയാളുടെ ഭാര്യ. അടുത്തായിട്ട് ശ്രീനിവാസിന്റെ മറ്റൊരു കൂട്ടുകാരൻ ഷാജഹാനെയാണ് കാണിക്കുന്നത്. അയാൾ ചെറിയൊരു ഷോപ്പ് നടത്തുകയായിരുന്നു. അയാളുടെ വൈഫ് ഫരീദയാകട്ടെ സീരിയലൊക്കെ കാണുന്ന കൂട്ടത്തിലാണ്. സീരിയലിൽ കണ്ടപോലത്തെ ഒരു ബ്ലൗസ് എനിക്ക് വേണമെന്നും അതിന് കുറച്ച് കാശ് തരുമോന്നൊക്കെ ഇവൾ അയാളോട് ചോദിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ളതൊന്നും നീ ഇടണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. അവളുടെ ഒരു ആവശ്യങ്ങൾക്കും ഇയാൾ കാശ് കൊടുക്കാറില്ലായിരുന്നു. എന്തിനും ഏതിനും അവളാകട്ടെ അയാളോട് കെഞ്ചണം. അവളെ വിട്ട് അയാൾ ജോലിക്ക് വിടത്തുമില്ല. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസ് ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോകുന്നതാണ്. ശ്രീവല്ലി എന്നാണ് അവളുടെ പേര്. എന്നാൽ ഇവർ വീട്ടിലെത്തിയപ്പോൾ ശ്രീവല്ലി അവിടെ ഉണ്ടായിരുന്നില്ല. ബാങ്ക് ജോലിക്കാരായ അവളാകട്ടെ ജോലി കഴിഞ്ഞ് കുറച്ച് താമസിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. ഇതൊന്നും ശ്രീനിവാസിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ കല്യാണം വേണ്ടാന്ന് അവർ പറയുന്നു. എന്നാൽ ശ്രീനിവാസിന് ശ്രീവല്ലിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അവളോട് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാൻ ശ്രീനിവാസിന്റെ അമ്മ പറഞ്ഞെങ്കിലും വേണ്ട, ഇങ്ങനെ തന്നെ കണ്ടാ മതി, ഇതിനിപ്പോ എന്താ കുഴപ്പമെന്ന് ശ്രീനിവാസ് ചോദിക്കുന്നു. ഇവർ രണ്ടുപേരും കുറച്ചു നേരം മുകളിൽ പോയി നിന്ന് സംസാരിക്കുന്നുണ്ട്. തന്റെ വൈഫ് ജോലിക്ക് പോകുന്നതിൽ ശ്രീനിവാസിനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. എന്നാൽ ശ്രീനിവാസിന്റെ അമ്മയ്ക്ക് അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അത് കാരണം ആ കല്യാണം വേണ്ട എന്ന് അവര് പറഞ്ഞെങ്കിലും ശ്രീനിവാസ് പറയുന്നുണ്ട്, എനിക്ക് ഈ പെൺകുട്ടിയെ തന്നെ മതിയെന്ന്. ശ്രീവല്ലിക്ക് അവനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവളും വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെയിരിക്കും മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ഡിഷ് കുമാർ ആകട്ടെ ശ്രീനിവാസിന്റെ കേബിൾ TV ഓഫീസിന്റെ അടുത്ത് തന്നെ അയാളുടെ ഡിഷിന്റെ ഒരു പുതിയ ഓഫീസ് തുടങ്ങി. എല്ലാവരോടും ഡിഷ് വെക്കാനും കേബിൾ TV ഉപേക്ഷിക്കാനും പറയുന്നുണ്ട്. അതിലാകുമ്പോൾ ഒരുപാട് ചാനൽസ് കിട്ടുമെന്ന് പറയുന്നു. ശ്രീനിവാസിന് ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവന്റെ കച്ചവടം പൂട്ടിക്കുന്ന പരിപാടിയായിരുന്നു ഡിഷ് കുമാർ ചെയ്തുകൊണ്ടിരുന്നത്. വിവാഹമൊക്കെ തീരുമാനിച്ച കാരണം ശ്രീനിവാസ് ആകട്ടെ തന്റെ വീട്ടിലെ മരിച്ചുപോയ അമ്മൂമ്മയുടെ റൂം വൃത്തിയാക്കി എടുക്കുകയും അവിടെ പുതിയ കട്ടിലും TV ഒക്കെ സ്ഥാപിക്കുകയും ചെയ്യുന്നു. അവനും ശ്രീവല്ലിക്കും കിടക്കാൻ വേണ്ടിയിട്ട്. തന്റെ കൂട്ടുകാര് വെങ്കടേഷിന്റെയും ഷാജഹാന്റെയും കൂടെ ഒത്തുകൂടുമ്പോ വെങ്കടേഷ് ആകട്ടെ ഇവനോട് പറയുന്നുണ്ട്, നിനക്ക് ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോഴേ പറഞ്ഞു തരാമെന്ന്. നീ നമ്മളെ പോലെ ആൽഫ മെയിലായിരിക്കണം, അല്ലാതെ ഒരു കോമൺ മാൻ ആകാൻ നോക്കരുത്. നീ നിന്റെ ഭാര്യയെ പേടിപ്പിച്ച് നിർത്തണം. ഞാനാണെങ്കിൽ അവളോട് കോഫി വേണമെങ്കിൽ കോഫി വേണോന്ന് പറയില്ല, കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കത്തേ ഉള്ളൂ. അവൾ അപ്പ തന്നെ കോഫി ആയിട്ട് വരും. ഷാജഹാൻ ആകട്ടെ കോഫി എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവളെ വിളിക്കും. അപ്പോൾ ഫരീദ കോഫി ആയിട്ട് വരും. നീ എങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീനിവാസ് പറയുന്നുണ്ട്, നിനക്ക് സമയമുണ്ടെങ്കിൽ എനിക്കൊരു കോഫി ഇട്ട് തരാമോ എന്ന് ഞാൻ ചോദിക്കും. ഇത് കേട്ടതും അവര് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഒരിക്കലും നീ നിന്റെ ഭാര്യ അടുത്ത് ചോദിക്കാൻ പാടില്ല. അധികാരത്തോടു കൂടി കോഫി കൊണ്ടുപാടിയെന്ന് പറയണം. നിന്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടല്ലോ, അതിന്റെ അഹങ്കാരം അവള് ചിലപ്പോൾ കാണിക്കും. അവള് പറയുന്ന ഒരു സജഷനും നീ നിന്റെ ലൈഫിൽ എടുക്കാൻ പാടില്ല. അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് ഒരു വിലയും തരില്ല. നീ എപ്പോഴും അവളെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ ഓരോ ഉപദേശങ്ങൾ കൊടുക്കുകയായിരുന്നു ഇവർ. അങ്ങനെ വിവാഹ ദിവസം എത്തി ശ്രീവല്ലിയെ ഒരുക്കുന്നിടത്ത് ഗായത്രിയും ഫരീദയും ഉണ്ടായിരുന്നു. ശ്രീവല്ലിയോട് അവര് പറയുന്നുണ്ട്, നീ ജോലിക്ക് പോയി കിട്ടുന്ന ശമ്പളം മുഴുവനായിട്ടും നിന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ കൊടുക്കണ്ട, കുറച്ച് നിന്റെ ആവശ്യത്തിന് മാറ്റി വെക്കണമെന്ന്. എനിക്കോ ജോലിക്ക് പോയി സമ്പാദിക്കാൻ പറ്റുന്നില്ല, എന്തിനും ഏതിനും അയാളുടെ അടുത്ത് കൈ നീട്ടണം. ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്ത് എനിക്കൊരു ബ്യൂട്ടി പാർലർ ഇടണമെന്ന ആഗ്രഹമുണ്ട്, എന്നാൽ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഗായത്രി ആകട്ടെ എപ്പോഴും തന്റെ ഹസ്ബൻഡിന് എന്തുണ്ടാക്കി കൊടുക്കണം, ആളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നു, ഇതൊക്കെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ശ്രീവല്ലിക്ക് പോലും ആകെ ഒരു വല്ലാതെ തോന്നുന്നു. കൂട്ടത്തിൽ ഫരീദയാണെങ്കിൽ ഒട്ടുമിക്ക സീരിയലുകൾ കാണുകയും ചെയ്യും. അങ്ങനെ ശ്രീവല്ലിയുടെയും ശ്രീനിവാസിന്റെയും വിവാഹം നടക്കുകയാണ്. അതിനിടയ്ക്ക് എല്ലാം തന്നെ വെങ്കടേഷും ഷാജഹാനും പറയുന്നുണ്ട്, നീ ആൽഫ മെയിലായിരിക്കണമെന്ന്. ഒരു രീതിയിലും അവളുടെ മുന്നിൽ താന്നു കൊടുക്കാൻ പാടില്ല. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ ശ്രീനിവാസിന്റെ അടുത്തേക്ക് വരികയായിരുന്നു ശ്രീവല്ലി. ബഹുമാനിച്ച് പേടിച്ചു നിൽക്കുമെന്ന് വിചാരിച്ചപ്പോൾ അവളാകട്ടെ കൂളായിട്ട് അവിടെ വന്നിരിക്കുന്നു.
റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് എന്റെ അമ്മ നിന്നോട് എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, നിങ്ങളൊരു പാവമാണ്, വെറും പൊട്ടനാ, എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യണമെന്നാണ് അമ്മ പറഞ്ഞതെന്ന്. ഇത് കേട്ടത് ശ്രീനിവാസിന് ദേഷ്യം വരുന്നു. അമ്മ അങ്ങനെ വെറുതെ പറഞ്ഞതാ, ഞാൻ അങ്ങനെ പൊട്ടനൊന്നുമല്ല, പുറമേ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നതാ, ശരിക്കും ഞാൻ ഭയങ്കര ധൈര്യശാലിയാണെന്നും എന്നെ എല്ലാവർക്കും പേടിയാണെന്നൊക്കെ അവനിങ്ങനെ പറയുന്നു. അങ്ങനെ അവൻ ഓരോന്ന് പറഞ്ഞിരുന്ന് 9 മണിയായി. അവൾ അപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി ടിവിയുടെ റിമോട്ട് എടുത്ത് TV ഓണാക്കുന്നു. നമ്മുടെ കേബിൾ ചാനൽ വെക്ക്, അതിൽ നല്ല റൊമാൻറ്റിക് സോങ് ഉണ്ടാകുമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ അതവള് വെക്കാതെ സീരിയലാണ് വെക്കുന്നത്. സീതയുടെയും രാജന്റെയും കഥ പറയുന്ന സീരിയല്. എന്താ ഇവിടെ സീരിയലൊക്കെ വെച്ചിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് തവണ അവൻ വിളിച്ചെങ്കിലും അവൾ വിളി കേൾക്കാതിരുന്നപ്പോൾ അവൻ കുറച്ച് ശബ്ദം ഉയർത്തി ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് മുഴുവൻ ഈ സീരിയലും കണ്ടിരിക്കാൻ പോവുകയാണോ എന്ന്. അവൾ പെട്ടെന്ന് ഒരു വല്ലാത്ത രീതിയിൽ തിരിഞ്ഞിട്ട് മിണ്ടരുതെന്ന് പറയുന്നു. അവളുടെ ഫേസ് കണ്ട് അവൻ പോലും പേടിച്ചുപോയി. പിന്നെ അവളെ ശല്യം ചെയ്യാൻ നിന്നില്ല. അവൻ കിടന്നുറങ്ങി. ഇന്ന് രാവിലെ ശ്രീവല്ലി എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ റെഡിയായി അവിടേക്ക് വന്നിരിക്കുന്നു. അവന്റെ അമ്മ അവന് ദോശ ചുട്ടു കൊടുക്കുകയായിരുന്നു. എനിക്കും കൂടി ഒരു ദോശതാ അമ്മയെന്ന് പറഞ്ഞിട്ട് അവൾ അവരെ നോക്കുന്നു. അവർക്കാകട്ടെ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവള് കിച്ചണിൽ വന്ന് ജോലിയൊന്നും ചെയ്യാത്ത കാരണം. ദേഷ്യത്തോടെയാണെങ്കിലും അവരൊരു ദോശ കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുന്നു. അവളാകട്ടെ തലേന്ന് രാത്രി നടന്ന സംഭവങ്ങളെ പറ്റി ഒന്നും തന്നെ ഓർമ്മയില്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത്. അവൾ തലേന്ന് കണ്ട ആ സീരിയലിനെ പറ്റി ചില ആൾക്കാർ ടിവിയിൽ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ സീരിയലിന്റെ ക്ലൈമാക്സ് കാണാൻ വേണ്ടിയിട്ട് പലരും ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ട്രിപ്പ് പോലും ക്യാൻസൽ ചെയ്ത് സീരിയൽ കാണാൻ ഇരിക്കുന്നവരുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരു സീരിയലിന് വേണ്ടിയിട്ട് ആൾക്കാർ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നതെന്ന്. അത് കേട്ടപ്പോൾ ശ്രീനിവാസ് ആകെ വല്ലാതെയായി. കാരണം അവളും തലേന്ന് രാത്രി സീരിയൽ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ മുന്നിലിരുന്ന കാരണം അവനോടൊന്നും സംസാരിച്ച പോലുമില്ല. ആ അവളാണ് ഇപ്പോൾ സീരിയലിനെ പറ്റി കളിയാക്കി സംസാരിക്കുന്നത്. അവളെ ജോലിക്ക് വിടാൻ വേണ്ടിയിട്ട് അവൻ കൊണ്ടുപോകുന്ന വഴിക്ക് ഡിഷ് കുമാറിന്റെ പുതിയ പരസ്യം അവിടെ വെച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ശ്രീനിവാസിന്റെ കേബിൾ ടിവിയിൽ ചാനൽ കുറവാണ്, ഞങ്ങളുടെ ഡിഷിലാണ് ഒരുപാട് ചാനൽ ഉള്ളത്, അതുകൊണ്ട് എല്ലാവരും ഡിഷിലേക്ക് മാറണമെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ഷോപ്പിന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നൊരു ബോർഡ് വെച്ചിരിക്കുന്നു. ഇവിടേക്ക് ഒരു ആരോയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ശ്രീനിവാസിന് ദേഷ്യം വരുന്നു. ഇത് ഇപ്പൊ തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ശ്രീവല്ലി നേരെ ഡിഷ് കുമാറിന്റെ ഓഫീസിലേക്ക് കയറി ചെന്ന് അയാളുമായിട്ട് വഴക്കിടുന്നുണ്ട്. ആ ബോർഡ് അവിടെ നിന്നും എടുത്ത് മാറ്റാൻ പറയുന്നു. ശ്രീനിവാസ് പോലും അങ്ങനെ ചൂടായി സംസാരിക്കാറില്ലായിരുന്നു. അവളിങ്ങനെ ചൂടായി സംസാരിക്കുന്ന കണ്ടിട്ട് അവൻ പേടിക്കുന്നുണ്ട്. വഴക്കിനൊന്നും നിൽക്കണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെ പേടിക്കാതെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണമെന്നാണ് അവൾ പറയുന്നത്. കല്യാണത്തിന് മുൻപ് നീ ഇത്ര ധൈര്യശാലിയാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. ഒരിക്കൽ സ്കൂളിൽ പാട്ട് മത്സരം നടന്ന സമയത്ത് ഒരുത്തൻ എന്നെ കമന്റ് പറഞ്ഞപ്പോൾ ഞാൻ അവന് നല്ല ഇടി വെച്ചു കൊടുത്തു. അപ്പൊ നിനക്ക് പാട്ടൊക്കെ പാടാൻ അറിയാമോ എന്ന് അവൻ ചോദിക്കുന്നു. ആ അറിയാമെന്ന് പറയുമ്പോൾ എന്നാൽ രാത്രിയിൽ എനിക്കൊരു പാട്ട് പാടി തരണേന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയിൽ ഇവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുകയായിരുന്നു. അവളാകട്ടെ ശ്രീനിവാസിനോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കേബിൾ ടിവിയിലെ പുതിയ പ്രോഗ്രാമിനെ പറ്റിയാണ്. പ്രോഗ്രാം ഒക്കെ നമ്മുടെ കേബിൾ ടിവിയിൽ ചെയ്യുകയാണെങ്കിൽ ഡിഷ് കുമാറിന്റെ ഡിഷ് ഒന്നും ആരും വാങ്ങാൻ നിൽക്കില്ല, നമ്മുടെ കേബിൾ ടിവി കണക്ഷൻ എല്ലാവരും എടുക്കുമെന്ന്. എന്നാൽ തന്റെ ബിസിനസ്സിൽ അവൾ ഐഡിയ പറയുന്നത് ശ്രീനിവാസിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ഐഡിയ ഒന്നും തന്നെ എടുക്കാൻ പാടില്ല എന്നാണ് വെങ്കടേഷും ഷാജഹാനും പറഞ്ഞിരിക്കുന്നത്. കേബിൾ ടിവിയും എന്റെ ബിസിനസിനെ പറ്റിയൊന്നും നീ കൂടുതൽ ആലോചിക്കാൻ നിൽക്കണ്ട, അതൊക്കെ തീരുമാനിക്കാൻ എനിക്കറിയാമെന്ന് ശ്രീനിവാസ് പറയുന്നു. ഇത് കേട്ടപ്പോൾ അവൾക്ക് കുറച്ച് വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിട്ട് അവൻ പറയുന്നുണ്ട്, നീ രാത്രിയിൽ പാട്ട് പാടിത്തരാമെന്ന് പറഞ്ഞില്ലേ, ആ പാട്ടൊന്ന് പാടാൻ. അങ്ങനെ അവൾ പാടാൻ തുടങ്ങി. അവനോട് കണ്ണടച്ചിരിക്കാൻ പറയുന്നു. അവൻ കണ്ണടച്ച് കുറച്ചു നേരം ഇരുന്നിട്ടും പാട്ടൊന്നും കേൾക്കുന്നില്ല. കണ്ണു തുറന്ന് നോക്കുമ്പോഴാകട്ടെ 9 മണിയായത് കാരണം അവൾ നേരെ വീണ്ടും പഴയതുപോലെ ടിവിയുടെ മുന്നിൽ പോയിരിക്കുന്നു. TV ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. തന്നെ ഒരു ബഹുമാനമില്ലാതെ ഇവൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അവന് ദേഷ്യം വരുന്നു. എന്നാൽ അവൾ ഒരു പേടിയുമില്ലാതെ വലിയ അധികാരത്തോടു കൂടി അവിടെ ഇരുന്ന് സീരിയൽ കാണുകയായിരുന്നു. ടിവിയുടെ പ്ലഗ് ഊരാൻ അവൻ ശ്രമിച്ചതും ദേഷ്യത്തില് അവൾ അവിടെ ഉണ്ടായിരുന്ന കട്ടില വലിച്ചു നീക്കുന്നു. അവളുടെ ആ ഒരു രൂപം കണ്ട് അവൻ ശരിക്കും പേടിച്ചു. ഏതോ ബാധ കയറിയ പോലെയായിരുന്നു അവൾ ഇരുന്നത്. പിറ്റേന്ന് രാവിലെ അവൻ ടെൻഷനായിട്ട് തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നു. അവരോട് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഷാജഹാൻ പറയുന്നുണ്ട്, ജന്മജന്മാല ബന്ധം എന്ന് പറയുന്ന സീരിയലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന്. 9 മണിക്ക് വരുന്ന ആ സീരിയൽ കാണാൻ എന്റെ ഭാര്യ ചെന്നിരുന്നു കഴിഞ്ഞാൽ അവള് പിന്നെ എന്നെ മൈൻഡ് പോലും ചെയ്യില്ല, വേറെ ആരെയോ പോലെയാണ് പെരുമാറുന്നത്. അത് കേട്ടിട്ട് ശ്രീനിവാസ് പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ഞാനും പറയാൻ വന്നതെന്ന്. എന്റെ ഭാര്യയുടെ അവസ്ഥ അത് തന്നെയാണ്. എന്തോ ബാധ കയറിയ പോലെയാണ് അവള് പെരുമാറുന്നത്. അവള് ഭയങ്കര വയലന്റ് ആകും. ഞാൻ TV ഓഫ് ചെയ്യാൻ ചെന്നപ്പോഴേക്കും എന്നെ എടുത്ത് എങ്ങോട്ടോ എറിഞ്ഞു. വെങ്കടേഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്റെ ഭാര്യ അങ്ങനെയൊന്നും പെരുമാറുന്നില്ല, അവള് സീരിയലൊന്നും കാണാറില്ല എന്ന്. എന്നാൽ നീ രാത്രിയിൽ എപ്പോഴെങ്കിലും വീട്ടിൽ നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വെങ്കടേഷ് പറയുന്നുണ്ട്, അതില്ല, കാരണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. 7 മണിക്ക് പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ 6 മണിക്ക് ഞാൻ വരൂ. അതുകൊണ്ടാണ് നിനക്കതൊന്നും മനസ്സിലാകാത്തതെന്ന് ഷാജഹാനും ശ്രീനിവാസും പറയുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി നീ ലീവ് എടുക്ക്, എന്നിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് നോക്ക്. 9 മണിയാകുമ്പോൾ നിന്റെ ഭാര്യയും ഇതുപോലെ എന്തായാലും സീരിയൽ കാണാൻ വന്നിരിക്കും. അങ്ങനെ ഇവർ പറഞ്ഞ പ്രകാരം വെങ്കടേഷ് അന്ന് ലീവ് എടുത്ത് 9 മണിയായപ്പോൾ അവിടെ പോയിരുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രീനിവാസും ഷാജഹാനും പുറത്തുമുണ്ടായിരുന്നു. അവര് പറഞ്ഞ പോലെ തന്നെ രാത്രി 9 മണിയായപ്പോ ആ സീരിയൽ കാണാൻ വേണ്ടിയിട്ട് എന്തോ ബാധ കയറിയ പോലെ അവളൊരു കസേരയും വലിച്ചു നീക്കിയിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു. ഇത് കണ്ട് ആദ്യം ഒന്ന് പേടിച്ച വെങ്കടേഷ് അവളോട് പറയുന്നുണ്ട്, ഒരു കോഫി ഇട്ടുകൊണ്ടുവരാൻ. അവള് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അയൺ ചെയ്തുകൊണ്ടിരുന്ന തുണി പോലും അങ്ങനെ ഇട്ടിട്ടാണ് അവള് വന്നത്. ആ തുണി കരിഞ്ഞുപോയി. നീ എന്താ ഈ ചെയ്യുന്നത്? മര്യാദയ്ക്ക് സീരിയൽ ഓഫ് ചെയ്യാൻ പറഞ്ഞെങ്കിലും അവള് കേൾക്കുന്നില്ല. ദേഷ്യം വന്ന അയാളാകട്ടെ റിമോട്ട് എടുത്ത് TV ഓഫാക്കി അതിലെ ബാറ്ററി ഊരി എങ്ങോട്ടേക്ക് എറിയുന്നു. അവളൊരു ഭ്രാന്തിയെ പോലെ എഴുന്നേറ്റ് വന്ന് ബാറ്ററി താന്ന് പറഞ്ഞ്
പറഞ്ഞിട്ട് അയാളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ശരിക്കും വെങ്കടേഷ് പേടിച്ചു. ബാറ്ററി കൊടുക്കാത്ത കാരണം അവളാകട്ടെ അയാളെ കഴുത്തിന് പിടിച്ച് ഉയർത്തുകയായിരുന്നു. ബാറ്ററി തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെയെല്ലാം കിടന്ന് ബാറ്ററി തപ്പുകയാണ്. TV ഓഫായിരിക്കുന്നത് കാരണം സമയം കടന്നു പോകും തോറും അവൾ ആകെ വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഷാജഹാനും ശ്രീനിവാസും ചെന്ന് അവിടെ ക്ലോക്കിലുണ്ടായിരുന്ന ബാറ്ററി ഒരു റിമോട്ടിലിട്ട് അത് ഓണാക്കുന്നു. അപ്പോഴാണ് അവൾ വീണ്ടും അവിടെ പോയി ഇരിക്കുന്നത്. ഇതോടുകൂടി വെങ്കടേഷിന് മനസ്സിലായി ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന്. തന്റെ ഭാര്യ രാത്രി 9 മണിക്ക് ഈ സീരിയൽ കാണാൻ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അവളല്ല, എന്തോ ബാധ കയറിയ പോലെയാണ് ഇരിക്കുന്നത്. ഇവർ 3 പേരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇതെന്തോ പ്രേതബാധയാണെന്നായിരുന്നു അവരുടെ സംശയം. ശ്രീനിവാസിനോട് അവന്റെ അമ്മയും പറയുന്നുണ്ട് രാത്രിയിൽ ഇവളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റമുണ്ടെന്ന്. ആ സംഭവത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഇവർക്ക് തങ്ങളുടെ ഭാര്യമാരെ പേടിയായി തുടങ്ങി. വെങ്കടേഷ് ആകട്ടെ തന്റെ ഭാര്യയെ വിറപ്പിച്ച് നിർത്തിയിരുന്നതല്ലേ, ഇപ്പോൾ അവൾ അടുത്തേക്ക് വരുമ്പോൾ പോലും പേടിയായിരുന്നു. അവളോട് ചൂടായിട്ട് ഒന്നും തന്നെ പറയില്ല, എല്ലാം സൗമ്യമായിട്ട് മാത്രമേ അവളോട് പറയൂ. അവന്റെ പെരുമാറ്റത്തിലെ ഈ മാറ്റം എന്തുകൊണ്ടാണെന്ന് ഗായത്രിക്കും മനസ്സിലായില്ല. അന്ന് രാത്രി ശ്രീനിവാസിനോട് ശ്രീവല്ലി പറയുന്നുണ്ട് നമുക്കിന്ന് നല്ലൊരു റൊമാൻറ്റിക് പടം കാണാമെന്ന്. പക്ഷെ സമയം 9 മണിയാകാൻ പോകുന്നു. ഇവൾ ഇപ്പൊ പറഞ്ഞ കാര്യം കുറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാറ്റി പറയുമെന്നും ബാധ കയറിയ പോലെ സീരിയൽ കാണുമെന്നും അവനറിയാം. അതുകൊണ്ട് അവൻ പറയുന്നുണ്ട് ഞാൻ ഓഫീസിൽ പോയി നല്ല CD എടുത്തിട്ട് വരാമെന്ന്. കറക്റ്റ് 9 മണിയായപ്പോഴേക്കും അവൾ ടിവിയുടെ മുന്നിലേക്കും പോയി. അവൻ പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ആ സമയത്താണ് അവൻ ഞെട്ടിക്കുന്ന ആ കാഴ്ച കാണുന്നത്. അവൻ മാത്രമായിരുന്നില്ല, ആ ഏരിയയിലുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരും അവരവരുടെ വീടിന്റെ പുറത്തുണ്ടായിരുന്നു. എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ ഇവർ വിചാരിച്ച പോലെ ഇതിവർ 3 പേരുടെ ഭാര്യമാരുടെ പ്രശ്നമല്ല. ആ ഗ്രാമത്തിലെ എല്ലാ വീട്ടിലും സ്ത്രീകളുടെ മേൽ ഇതുപോലെ ബാധ കയറും. 9 മണിയായി കഴിഞ്ഞാൽ ആ സീരിയൽ കാണാനിരിക്കും. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഇവർ 9 മണിയായി കഴിഞ്ഞാൽ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പതിവായി. ഭാര്യമാര് ചോദിക്കുന്ന കാശ് കൊടുക്കാൻ തുടങ്ങി. അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും തുടങ്ങി. നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് വെങ്കടേഷിന്റെ ഓഫീസിൽ ആൾക്കാർ അടിയായിരുന്നു. കാരണം ആർക്കും രാത്രിയിൽ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. ഈ സമയം നമ്മുടെ ഡിഷ് കുമാർ ആകട്ടെ അവന്റെ ഡിഷ് പല വീടുകളിലും വെച്ച് ആ ഏരിയയിലെല്ലാം തന്നെ ഡിഷ് വന്നു തുടങ്ങി. കേബിൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവായി തുടങ്ങി. ഇവിടെ വീട്ടിലെ ജോലികളൊന്നും തന്നെ ശ്രീവല്ലി അധികം ചെയ്യാതിരിക്കുന്നത് കാരണം ശ്രീനിവാസിന്റെ അമ്മയ്ക്ക് അവളോടൊരു ദേഷ്യമായിരുന്നു. അമ്മ എന്താണ് എന്നോട് ഇത്രയധികം ദേഷ്യം കാണിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. എനിക്ക് ഈ വീട്ടുജോലിയൊന്നും ചെയ്ത് പരിചയമില്ല. പണ്ട് മുതലേ സ്കൂള്, പഠിത്തം, ഇപ്പൊ ജോലി, ഇതൊക്കെ തന്നെയാണ് എന്റെ ലോകം. ഞാൻ പതിയെ എല്ലാം പഠിച്ചെടുത്തുകൊള്ളാമെന്ന് അവൾ പറയുന്നു. അതൊന്ന് സാരമില്ലെന്ന് ശ്രീനിവാസ് പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ എന്നിൽ നിന്നും എന്തെങ്കിലും മറക്കുന്നു എന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഒന്നുമില്ല എന്ന് അവൻ പറയുന്നു. രാത്രി ഞാൻ എപ്പോഴാ ഉറങ്ങുന്നതെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അതൊന്നും നീ വലിയ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അതിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു മാറി. അവസാനം ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് മായ എന്ന് പറയുന്നൊരു മന്ത്രവാദിനെ കാണാൻ പോകുന്നു. തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മായയോട് പറയുന്നുണ്ട്. മായ പറയുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും മരിക്കുമെന്ന്. ശരിക്കും നിങ്ങളുടെ ഭാര്യമാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ അതിന്റെ വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും ഓരോ കുപ്പിയിൽ എന്തോ ഒരു ദ്രാവകം കൊടുക്കുന്നുണ്ട്. ഇതൊരു ബോളിൽ ഒഴിച്ച ശേഷം 9 മണിക്ക് അവർ ബാധ കയറിയ പോലെ സീരിയൽ കാണാനിരിക്കുമ്പോൾ അവരുടെ മുടി കട്ട് ചെയ്യണം. എന്നിട്ട് അത് കൊണ്ടുപോയി ഇതിലിടണം. അപ്പോൾ അറിയാം എന്താണ് ശരിക്കും അവർക്ക് സംഭവിക്കുന്നതെന്ന്. അതിന് പകരമായിട്ട് അവൾ നല്ലൊരു എമൗണ്ട് കാശ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുമുണ്ട്. അങ്ങനെ ഇവർ 3 പേരും ആ ദ്രാവകവുമായിട്ട് പോയി. പേടിച്ചാണ് തങ്ങളുടെ ഭാര്യമാരുടെ മുടി മുറിച്ചിട്ട് ഇവർ ആ ദ്രാവകത്തിലിടുന്നത്. ആദ്യമൊന്നും ഒന്നും സംഭവിച്ചില്ല. ദേഷ്യം വന്നു. വെങ്കടേഷ് ആകട്ടെ അത് തട്ടി അങ്ങ് കിണറ്റിലിട്ടോ. ശ്രേണിക്ക് ദേഷ്യം വന്നിട്ട് അത് കട്ടിലിനടിയിലും വെച്ചു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് പുകയാൻ തുടങ്ങി. അതിനുള്ളിൽ നിന്ന് വലിയ രീതിയിൽ പുക വരുന്നതോടുകൂടി ഇവരെല്ലാവരും പേടിക്കുന്നു. ആ പുക വീടിനുള്ളിൽ നിറഞ്ഞപ്പോഴാണ് ശരിക്കും ഇവരുടെ ഭാര്യമാരുടെ ശരീരത്തിൽ കയറിക്കൂടിയ പ്രേതം ആരാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നത്. ഇവർ 3 പേരുടെ വീട്ടിലും മരിച്ചുപോയ ഇവരുടെ അമ്മൂമ്മയായിരുന്നു ഇവർ ഓരോരുത്തരുടെയും ഭാര്യമാരുടെ ശരീരത്തിൽ കയറിയത്. അതായത് അവർ കുറെ കാലങ്ങളായിട്ട് ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സീരിയൽ അവസാനിക്കുന്നേ ഇല്ല. ഇവർ മരണപ്പെട്ടിട്ടും സീരിയൽ അവസാനിക്കാത്ത കാരണം ഇവർക്ക് ആ സീരിയൽ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വീട്ടിലെ സ്ത്രീകളുടെ ശരീരത്തിൽ കയറി 9 മണിയാകുമ്പോൾ ആ സീരിയൽ കാണാൻ വരുന്നതാണ്. ആ ഗ്രാമത്തില് ഏതൊക്കെ വീട്ടില് ഈ സീരിയൽ കാണുന്ന വൃദ്ധരായിട്ടുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ ഇതുപോലെ സ്ത്രീകളുടെ ശരീരത്തിൽ കയറി ആ സീരിയൽ കാണാൻ വരും. ഈ സീരിയൽ അവസാനിച്ചെങ്കിൽ മാത്രമേ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരമാകൂ. അങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവർ ടിവിയിൽ ഒരു ആഡ് കാണുന്നുണ്ട്. ഈ സീരിയൽ എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ പോവുകയാണെന്ന്. ഇതോടുകൂടി അവർ സന്തോഷിച്ചു. ഇനി ഇവരുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ സീരിയലിന്റെ അവസാനത്തെ എപ്പിസോഡിന്റെ അന്ന് ഈ അമ്മൂമ്മമാരുടെ ആത്മാക്കളെല്ലാം തന്നെ ഈ പെൺകുട്ടികളുടെ ശരീരത്തിൽ കയറിയിരുന്ന സീരിയൽ കാണുകയാണ്. ഈ ഭർത്താക്കന്മാരെല്ലാം തന്നെ സീരിയൽ അവസാനിക്കാൻ പോവുകയാണെന്നുള്ള സന്തോഷത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. സീരിയലിന്റെ സ്റ്റോറിയിൽ കാണാതായ തന്റെ ഭാര്യയെ അന്വേഷിച്ച് നടക്കുന്ന രാജിനെയാണല്ലോ കാണിക്കുന്നത്. കുറെ കാലമായിട്ട് അന്വേഷിച്ച് അവസാനം ഈ എപ്പിസോഡില് രാജ് തന്റെ ഭാര്യ സീതയെ കണ്ടെത്തുന്നു. സീതയോട് അയാൾ ഒരുപാട് മാപ്പ് പറയുന്നുണ്ട്. സീത ജോലിക്ക് പോയി കാശുണ്ടാക്കി ആ കാശ് വീട്ടിലെ ചെലവുകൾക്ക് എടുക്കുന്നതും ഇയാളെ ഹെൽപ്പ് ചെയ്യുന്നതും ഒന്നും ഇയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. തന്റെ ഭാര്യ തന്റെ കാൽച്ചുവട്ടിൽ കിടക്കണമെന്നായിരുന്നു ഇയാളുടെ ആഗ്രഹം. അതൊക്കെ കൊണ്ടായിരുന്നു ഇവർ തമ്മിൽ അകന്നുപോയത്. ഇപ്പോൾ അവർ വീണ്ടും കണ്ടുമുട്ടിയ സമയത്ത് രാജാകട്ടെ സീതയോട് സോറി പറയാൻ വേണ്ടിയിട്ട് ഓടിച്ചെല്ലുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് വലിയ കാറ്റും മഴയൊക്കെ വരികയും ഒരു മരച്ചില്ല ഒടിഞ്ഞ് രാജന്റെ തലയിൽ വീഴുകയും ചെയ്യുന്നു. ബോധം വരുന്ന രാജനാകട്ടെ സീത ആരാണെന്ന് പോലും ഓർമ്മയില്ല. ഹോസ്പിറ്റലിൽ വെച്ച് രാജ് സീതയെ പറ്റി ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് അയാൾക്ക് ഓർമ്മ വരുന്നത് പണ്ട് സീതയും ഇയാളും അടിയുണ്ടാക്കിയിരുന്ന സമയത്തുള്ള ഓർമ്മകളായിരുന്നു. അതിനുശേഷം
ശേഷമുള്ള കാര്യങ്ങളൊന്നും ഇയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇയാൾ സീതയെ അന്വേഷിച്ച് നടന്നതും സീതയോട് സോറി പറഞ്ഞതും ഒന്നും തന്നെ ഓർമ്മയില്ല. പഴയ ദേഷ്യത്തോട് തന്നെയാണ് അയാൾ ഇപ്പോഴും സീതയോട് പെരുമാറുന്നത്. ഷോർട്ട് ടേം മെമ്മറി ലോസ് വന്നതോടുകൂടി കഥ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും സീത ഇയാളെ ഉപേക്ഷിച്ചു പോകും. രാജ വീണ്ടും ഇയാളുടെ പുറകെ പോകും. ഇവർ വീണ്ടും ഒന്നിക്കണം. അങ്ങനെ എപ്പിസോഡുകൾ ഇനിയും നീണ്ടുപോകുമെന്ന് കാണിച്ചുകൊണ്ടാണ് അന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സീരിയൽ അവസാനിക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടി ആ ഭർത്താക്കന്മാർക്കെല്ലാം ദേഷ്യം വരുന്നു. അത് മാത്രമല്ല ആ അമ്മൂമ്മമാരുടെ ആത്മാക്കൾക്കും ദേഷ്യം വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ സീരിയലിന്റെ ക്ലൈമാക്സ് കാണാനായിരുന്നു അവരെല്ലാവരും വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വന്നത്. അവസാനം ഒരു വഴിയില്ലാതെ ആ നാട്ടിലെ എല്ലാ ആണുങ്ങളും ചേർന്നിട്ട് മായയെ വന്ന് കാണുകയാണ്. എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരണമെന്ന് പറയുന്നു. മായ അവരോട് പറയുന്നുണ്ട് 10 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പൗർണമി വരികയാണ്. ആ സമയത്ത് ആത്മാക്കളുടെ ശക്തി കൂടും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം. ആത്മാക്കൾ സീരിയൽ കാണാൻ വേണ്ടിയല്ലേ വന്നിരിക്കുന്നത്. ആ സീരിയൽ അവസാനിക്കണം. എന്നാൽ അവരിവിടെ നിന്ന് പൊയ്ക്കൊള്ളും. അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മായ പറയുന്നു. എല്ലാവരും പേടിച്ച് വീട്ടിലേക്ക് പോയി. ശ്രീനിവാസനാകട്ടെ ശ്രീവല്ലിയുടെ അടുത്ത് കിടന്ന് ഉറങ്ങാൻ പോലും പേടിയായിരുന്നു. അത് കാരണം അവൻ താഴെ ഇറങ്ങിക്കിടക്കുന്നു. ശ്രീനിവാസ തന്നിൽ നിന്നും അകലം പാലിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളൊന്നും താൻ നോക്കാത്തത് കൊണ്ടാണെന്ന് അവൾ വിചാരിച്ചിട്ട് അവൾ വീട്ടിലെ ജോലികളെല്ലാം തന്നെ ചെയ്യാൻ ആരംഭിച്ചു. വീട്ടിലെ എല്ലാവരും അവളിൽ നിന്നൊരു അകലം പാലിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം അവൾ ഒരു ദിവസം വിഷമത്തിൽ അവനോട് പറയുന്നുണ്ട്, ആരും എന്നോട് സംസാരിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായി എന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാൻ അവൾ പറയുന്നു. ഒടുവിൽ ശ്രീനിവാസ അവളെ വിളിച്ച് തറയിലിരുത്തിയിട്ട് അവിടെയുള്ളൊരു പാട് കാണിക്കുന്നു. ഈ കാണുന്ന കട്ടില് ഒരു ദിവസം രാത്രി സീരിയൽ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നീ വലിച്ചു നീക്കി, അതിന്റെ പാടാണിത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അവൾ പറയുന്നു. പക്ഷെ അത് നിനക്ക് ഓർമ്മയില്ലാത്തതാണ്, നീ അങ്ങനെ ചെയ്തു എന്നാണ് ശ്രീനിവാസ പറയുന്നത്. ഇന്നും രാത്രി 9 മണിയാവുമ്പോൾ നീ ഈ സീരിയൽ കാണാനിരിക്കും. അവൾ അങ്ങനെ ഒരു സീരിയൽ കാണുന്ന കാര്യം അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇത് നമ്മളുടെ അമ്മൂമ്മയുടെ മുറിയാണെന്നും അമ്മൂമ്മയുടെ ആത്മാവാണ് നിന്റെ ശരീരത്തിൽ കയറി ഈ സീരിയൽ കാണുന്നതെന്നും അവൻ പറയുന്നു. അവൾക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് നേരിട്ട് പറഞ്ഞാൽ മതി, അല്ലാതെ ഇങ്ങനെ ആത്മാവ് കയറിയെന്നൊന്നും വെറുതെ കള്ളം പറയണ്ട. അവൻ അവളോട് പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷേ ഈ പ്രശ്നത്തിനെല്ലാം തന്നെ താൻ ഒരു പരിഹാരം കാണുമെന്ന്. ആ നശിച്ച സീരിയൽ കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആ സമയം അവളുടെ ശരീരത്തിലേക്ക് വീണ്ടും അമ്മൂമ്മയുടെ പ്രേതം കയറുകയും സീരിയലിനെ പറ്റി പറഞ്ഞതിന്റെ പേരിൽ അവനെ പിടിച്ച് തള്ളുകയും ചെയ്യുന്നുണ്ട്. അവളുടെ രൂപം കണ്ട് ശരിക്കും അവൻ പേടിച്ചുപോയി. അപ്പോൾ 9 മണി ആയിട്ടുണ്ടായിരുന്നു. 9:30 ആവുന്നവരെ അവൾ ആ സീരിയൽ കണ്ടിരുന്നു. 9:30 കഴിഞ്ഞ് അവൾക്ക് സ്വബോധം തിരിച്ചു കിട്ടിയപ്പോഴാണ് അവൾ തറയിലിരിക്കുകയായിരുന്നു എന്നും TV മുന്നിൽ ഓണായിരിക്കുകയായിരുന്നു എന്നും അവൾക്ക് മനസ്സിലാകുന്നത്. പതിയെ പതിയെ ശ്രീനിവാസ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അവൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. തനിക്ക് മാത്രമല്ല ഗായത്രിക്കും ഫരീദയ്ക്കും ഒക്കെ ഇതേ അവസ്ഥയാണെന്നും ഈ നാട്ടിലെ സ്ത്രീകളുടെ എല്ലാ അവസ്ഥ ഇതാണെന്നും ഓൾറെഡി ശ്രീനിവാസ് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളാകട്ടെ പിറ്റേന്ന് ഗായത്രിയും ഫരീദയും കണ്ട് സംസാരിക്കുന്നു. ഇന്നലെ രാത്രി 9 മണി മുതൽ 9:30 വരെ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുന്നു. അവർക്ക് ആ കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരുന്നില്ല. താനിപ്പോൾ എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് പോലും തനിക്ക് ഓർമ്മയില്ല എന്ന് ഗായത്രി പറയുന്നുണ്ട്. അവൾ ഗായത്രിയോടും ഫരീദയോടും ശ്രീനിവാസ് പറഞ്ഞ സത്യങ്ങൾ തുറന്നു പറയുന്നു. നമ്മളുടെ ശരീരത്തിൽ ആത്മാക്കൾ കയറുന്നതാണെന്ന്. അതോടുകൂടി അവരും പേടിച്ചു. വെങ്കടേഷും ഷാജഹാനും ആകട്ടെ ശ്രീനിവാസിനോട് വഴക്കിടുന്നു. എന്തിനാണ് വെറുതെ അവരോട് കാര്യങ്ങൾ തുറന്നു പറയാൻ പോയതെന്ന് ചോദിക്കുന്നു. തന്റെ ഭാര്യയുടെ അവസ്ഥ കണ്ടിട്ട് തനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പറഞ്ഞതാണെന്നാണ് അവൻ പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരുമിച്ച് എല്ലാവരും ചേർന്നിരുന്ന് നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കാണാമെന്ന് അവർ പറയുന്നു. കാര്യങ്ങളൊക്കെ പരസ്പരം അറിയാവുന്നതുകൊണ്ട് തന്നെ 9 മണിയാകുമ്പോൾ അവരെല്ലാവരും സ്വസ്ഥമായിട്ടിരുന്ന് സീരിയൽ കാണും. ഭർത്താക്കന്മാര് അവരെ ശല്യം ചെയ്യാനും പോകില്ല. സീരിയലിലെ രാജാകട്ടെ സീതയെ ഉപദ്രവിക്കുന്നതെല്ലാം കാണുമ്പോൾ ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഈ പെൺകുട്ടികൾ എടുത്തറിയാൻ തുടങ്ങി. ഇതെല്ലാം ആത്മാക്കളുടെ പണിയായുണ്ട് ഈ ഭർത്താക്കന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പൗർണമി ദിവസം എത്തി. ഈ ആത്മാക്കളുടെ എല്ലാം തന്നെ ശക്തി കൂടി. സീരിയൽ കണ്ടിട്ട് അവർക്ക് ദേഷ്യം വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ തറയിൽ വീഴുന്നുണ്ടായിരുന്നു. സീരിയലില് രാജാകട്ടെ സീതയോടുള്ള ദേഷ്യം കാരണം സീതയെ കൊല്ലാൻ പ്ലാൻ ഇടുകയായിരുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ആത്മാക്കളാകട്ടെ വളരെയധികം വയലന്റ് ആയിട്ട് പറയുന്നുണ്ട്, സീതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഒരാണുങ്ങളെയും വെറുതെ വിടില്ല എന്ന്. പിറ്റേന്ന് രാവിലെ ഈ പെൺകുട്ടികൾക്ക് ഓർമ്മയില്ലായിരുന്നു തലേന്ന് എന്താണ് സംഭവിച്ചതെന്ന്. വീട്ടിലെ സാധനങ്ങളെല്ലാം താഴെ കിടക്കുന്നത് മാത്രമേ അവർക്കറിയൂ. ഇന്ന് രാത്രി ഭാര്യമാരുടെ എല്ലാം രൂപം കണ്ട് ഈ 3 ഭർത്താക്കന്മാരുൾപ്പെടെ എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ ശ്രീവല്ലി ഗായത്രിയോടും ഫരീദയോടും പറയുന്നുണ്ട്, ഈ ഭർത്താക്കന്മാർ നമ്മളോട് എന്താ കാര്യങ്ങളൊന്നും തുറന്നു പറയാത്തതെന്ന്. ഒരുമിച്ച് ചേർന്നിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും. ഇവരാകട്ടെ വലിയ ആണുങ്ങളാണെന്നുള്ള ഭാവത്തില് തനി പ്രശ്നം സോൾവ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു പ്രശ്നം സോൾവ് ആവാത്തത്. അതിനിടയ്ക്ക് ടിവിയിലാകട്ടെ ആ സീരിയലിലെ രാജ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഇന്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് ആൾക്കാർ ഫോൺ ചെയ്ത് അയാളുമായിട്ട് സംസാരിക്കുന്നുമുണ്ട്. ശ്രീവല്ലിയും കൂട്ടരും ചേർന്നിട്ട് അതിലേക്ക് ഫോൺ ചെയ്യുന്നു. എന്നിട്ട് നിന്റെ കൂതർ സീരിയൽ നിർത്താൻ പറയുന്നുണ്ട്. ഈ സീരിയൽ കാരണം ഈ നാട്ടിലെ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മര്യാദയ്ക്ക് അത് നിർത്തുന്നതാ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തെറി വിളിക്കുന്നു. മാത്രമല്ല ആ സീരിയൽ നിങ്ങളിട്ട് കഷ്ടപ്പെടുന്നത് ഒട്ടും ശരിയല്ലെന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന അയാൾ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിച്ച സ്ഥിതിക്ക് ആ സീതയെ ഞാൻ കൊല്ലുന്നതായിരിക്കും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നതെന്ന്. ഈ പ്രോഗ്രാമിലേക്ക് ഇവര് വിളിച്ച് സംസാരിക്കുന്നതെല്ലാം തന്നെ ഇവരുടെ ഭർത്താക്കന്മാരും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ പുരുഷന്മാരെയും ആ ആത്മാക്കൾ കൊല്ലുമെന്ന് ഇവർക്കറിയാമല്ലോ. ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ശ്രീനിവാസ തലപകുഞ്ഞിരുന്ന് ആലോചിച്ചിട്ട് ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നു. അതായത് ഈ സീരിയൽ അവസാനിപ്പിക്കാം. അതെന്തായാലും സീരിയലിന്റെ ഓണേഴ്സ് അവസാനിപ്പിക്കില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ ഈ സീരിയലിന് ഒരു എൻഡ് കൊണ്ടുവരണം. എന്നിട്ട് കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്യണം. അതേ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റാത്ത കാരണം ഏകദേശം അതുപോലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് ഈ സീരിയല് ഒരു എൻഡിലേക്ക്
നമ്മൾ കൊണ്ടുപോവുകയും അവസാനിപ്പിക്കുകയും വേണം. അങ്ങനെ ഷൂട്ട് ചെയ്ത ക്ലിപ്സ് വേണം യഥാർത്ഥ സീരിയലിന്റെ സമയത്ത് നമ്മൾ പ്ലേ ചെയ്യാൻ. അതെന്തായാലും എന്റെ കേബിൾ ചാനലിലൂടെ നടക്കും. അങ്ങനെ ആ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച് സീരിയൽ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയ ആൾക്കാരെ കണ്ടെത്തുന്നു. അതിലേക്ക് പറ്റിയ നായകനെയും നായികയും സെലക്ട് ചെയ്യുന്നു. അവർ അവരുടേതായ രീതിയിൽ സീരിയൽ ഷൂട്ട് ചെയ്യുകയാണ്. എന്നിട്ട് കറക്റ്റ് 9 മണിയാകുമ്പോൾ ശ്രീനിവാസന്റെ കേബിൾ ടിവിയിലൂടെ ആ ഒരു സീരിയൽ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി. യഥാർത്ഥ സീരിയലിൽ എടുക്കുന്ന വിഷ്വൽസ് പോലെ തന്നെയായിരുന്നു ഇവർ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ആത്മാക്കൾക്ക് മനസ്സിലായില്ല അത് യഥാർത്ഥ സീരിയൽ അല്ല എന്ന്. അവരെ സംബന്ധിച്ച കഥാപാത്രങ്ങളും കഥയെല്ലാം അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്തായാലും ഇവരുടെ ഐഡിയ വിജയിച്ചു എന്ന് ഇവർക്ക് മനസ്സിലായി. ഗ്യാസ് സിലിണ്ടർ ലീക്കാക്കി സീതയെ കൊല്ലാൻ വേണ്ടിയിട്ട് രാജു പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് ഗ്യാസ് തീർന്നു പോയത് കാരണം ആ പ്ലാൻ വിജയിക്കുന്നില്ല. അതോടെ സീത രക്ഷപ്പെടുന്നു. ഇത് കണ്ട ആ ആത്മാക്കളെല്ലാം തന്നെ സന്തോഷത്തോടെ കൈയടിക്കുന്നു. ശ്രീനിവാസും കൂട്ടനും ചേർന്നിട്ട് ഇങ്ങനെ സീരിയൽ പുതുതായിട്ട് ഷൂട്ട് ചെയ്ത് കേബിൾ ടിവിയിലൂടെ കണക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി ആ നാട്ടിലെ ബാക്കിയുള്ള ഭർത്താക്കന്മാരെല്ലാം തന്നെ ഇവരുടെ കേബിൾ ടിവി കണക്ഷൻ എടുക്കുകയും ഡിഷ് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി പണി കിട്ടിയത് നമ്മുടെ ഡിഷ് കുമാരനാണ്. കാരണം അയാളുടെ വീട്ടിൽ മാത്രം ഈ പ്രേതത്തിന്റെ ശല്യമില്ല. അയാളുടെ അമ്മൂമ്മ ഇതുവരെ മരിച്ചിട്ടില്ല. അവരിപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയാണ്. എന്നും എക്സസൈസ് ഒക്കെ ചെയ്യും. ഇനി അവരങ്ങോട്ട് സീരിയല് എൻഡിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ വേണം അവസാനിപ്പിക്കാൻ. സീതയും രാജൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്ന് അവർ ഒന്നിക്കുന്ന രീതിയിൽ കാണിക്കണമെങ്കിൽ അതിന് തക്കതായ സ്റ്റോറി വേണം. രാജന് സീതയോടുള്ള മെയിൻ ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീത ജോലിക്ക് പോകുന്നതും സ്വന്തമായിട്ട് കാശുണ്ടാക്കുന്നതുമാണ്. അതുകൊണ്ട് ഇവർ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ട് സീത ജോലിയൊക്കെ അവസാനിപ്പിച്ചിട്ട് രാജ് ഇഷ്ടപ്പെടുന്ന പോലുള്ളൊരു വൈഫായി മാറുന്നതായിട്ട് നമുക്ക് കാണിക്കാം. അവർ ആ രീതിയിൽ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അതാകട്ടെ ടെലികാസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അത് കണ്ട് ഈ ആത്മാക്കളെല്ലാം തന്നെ ദേഷ്യം പിടിക്കാൻ തുടങ്ങി. സീത ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു. അവർ ആ ജോലിയെല്ലാം വിട്ടിട്ട് ഭർത്താവ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീട്ടുജോലിയെല്ലാം ചെയ്ത് ഉത്തമയായ ഭാര്യയായി ജീവിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആത്മാക്കളെല്ലാം ദേഷ്യം വന്നിട്ട് TV വരെ അടിച്ചു പൊട്ടിക്കുന്ന ഒരു ഗതിയിലേക്ക് വരുന്നു. സാധനങ്ങളെല്ലാം വലിച്ചെറിയുകയും അത് കാരണം ഇവർക്കെല്ലാം പരുക്ക് പറ്റുകയും ചെയ്യുന്നുണ്ട്. ദേഷ്യം കാണിച്ചത് ആത്മാക്കളാണെങ്കിലും ആ ശരീരം ഇവരുടെ ഭാര്യമാരുടേതായിരുന്നല്ലോ. പരുക്കെല്ലാം പറ്റിയത് ആ ശരീരത്തിനാണ്. തങ്ങളുടെ ഭാര്യമാരുടെ അവസ്ഥ കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അല്ലെന്ന് സീരിയലിൽ കാണിച്ചത് എന്താണെന്നുള്ളത് തങ്ങളുടെ ഭാര്യമാരോട് അവർ പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന് ശ്രീവല്ലി പറയുന്നുണ്ട്, നിങ്ങൾ കാണിക്കുന്ന മുഴുവൻ മണ്ടത്തരമാണ്. ഞങ്ങളോട് ആലോചിച്ചിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. വീട്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ശ്രീനിവാസ് തന്റെ വീട്ടുകാരുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. അമ്മൂമ്മയാണ് ഇവളുടെ ശരീരത്തിൽ കയറി സീരിയൽ കാണുന്നുള്ള കാര്യം. ആ ക്ലൈമാക്സ് അമ്മൂമ്മയ്ക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം ശ്രീനിവാസന്റെ അമ്മ പറയുന്നു. കാരണം അവരെന്റെ അമ്മായിയമ്മയാണ്. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അവരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കെന്തെങ്കിലും പഠിക്കാൻ പോകണമോ, എനിക്കെന്തെങ്കിലും ജോലിക്ക് പോകണോ എന്നൊക്കെ. എന്നോട് പലതവണ പറഞ്ഞതാ ജോലിക്ക് പഠിക്കാൻ പോകുന്നു. ഞാൻ അതൊന്നും കേട്ടില്ല. ഭർത്താവിന്റെയും കുട്ടികളുടെയൊക്കെ കാര്യം നോക്കി വീട്ടിലിരിക്കുന്ന സ്ത്രീയാകാനായിരുന്നു എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ അതെല്ലാം വേണ്ടാന്ന് വെച്ചു. പക്ഷെ ആ കാലത്തെ എന്റെ അമ്മായിയമ്മ ഇൻഡിപെൻഡന്റ് ആകാനായിരുന്നു എന്നോട് ഉപദേശിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഈ സ്ത്രീകൾക്ക് നിങ്ങൾ കാണിച്ച ആ സീരിയലിന്റെ ക്ലൈമാക്സ് ഇഷ്ടപ്പെടാതെ പോയത്. അങ്ങനെ അവസാനം ആ 3 പെൺകുട്ടികളും ചേർന്നിരുന്ന് സീരിയലിന് പറ്റിയൊരു ക്ലൈമാക്സ് തയ്യാറാക്കുകയാണ്. ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് അവർ ടെലികാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ സീരിയലിന്റെ ക്ലൈമാക്സ് കാണിക്കുന്നതിന്റെ അന്ന് 9 മണിക്ക് എല്ലാവരും TV കാണാൻ റെഡിയായിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ആ ആത്മാക്കളെല്ലാം തന്നെ ക്ലൈമാക്സ് കണ്ടിട്ട് ഇവിടെ നിന്ന് പോവുകയാണല്ലോ. അതിന്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. പക്ഷേ 9 മണിക്ക് TV ഓണാക്കിയതും അതിലൊന്നും കാണുന്നില്ല. എല്ലാവരുടെ വീട്ടിലും ഇതായിരുന്നു അവസ്ഥ. 9 മണി ആകാൻ പോകുന്നു. സീരിയല് വന്നില്ലെങ്കിൽ ആത്മാക്കൾ വയലന്റ് ആകും. അതുകൊണ്ട് തങ്ങളെ കെട്ടിയിടാൻ ഭാര്യമാര് പറയുകയാണ്. ശ്രീവല്ലിയെ ശ്രീനിവാസ് കെട്ടിയിടുന്നു. അതുപോലെ മറ്റുള്ളവരും തങ്ങളുടെ ഭാര്യമാരെ വീടിനുള്ളിൽ പൂട്ടിയിടുന്നു. നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്നും എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ അടുത്തേക്ക് വരരുതെന്നും ഭാര്യമാര് പറയുന്നുണ്ട്. കറക്റ്റ് 9 മണിയായി. സീരിയൽ തുടങ്ങിയില്ല. ഇവരെല്ലാവരും വയലന്റ് ആകാൻ തുടങ്ങി. എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രീനിവാസ് തന്റെ കൂട്ടുകാരെയും കൂട്ടി നേരെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ആരോ വയറൊക്കെ മുറിച്ചിട്ടിരിക്കുന്നു. ഇവിടെ മുകളിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ മാത്രമേ കേബിൾ ടിവിയിലേക്ക് സീരിയൽ സംപ്രേഷണം ചെയ്യാൻ പറ്റൂ. ബോക്സ് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവർ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ശരിക്കും ആ ബോക്സ് മോഷ്ടിച്ചത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ഡിഷ് കുമാർ ആയിരുന്നു. ഇവർ ഈ സീരിയലിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് എല്ലാവരെയും കാണിക്കുന്നു എന്ന് അറിഞ്ഞതോടുകൂടി ഡിഷ് കുമാറിന്റെ ഡിഷ് എല്ലാം തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ആൾക്കാരെല്ലാം കേബിൾ കണക്ഷൻ എടുക്കാൻ തുടങ്ങി. അതോടെ അയാളുടെ ബിസിനസ്സിൽ വലിയ നഷ്ടം വന്നു. ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ ആ ബോക്സ് മോഷ്ടിച്ചത്. മോഷ്ടിച്ച ബോക്സ് ആകട്ടെ അയാൾ കറക്കി ദൂരേക്ക് എറിയുകയും ചെയ്തു. സീരിയൽ കാണിച്ചെങ്കിൽ ആത്മാക്കൾ വയലന്റ് ആകുമെന്ന് മനസ്സിലായതോടുകൂടി ഇവിടെ ശ്രീനിവാസും കൂട്ടരും ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നു. എല്ലാ വീട്ടിലെയും ടിവികള് ഗ്രാമത്തിന്റെ നടുക്ക് ഒരുമിച്ച് കൊണ്ടുവെക്കുന്നു. എന്നിട്ട് കുറെ മൈക്ക് സെറ്റ് ഒക്കെ കൊണ്ടുവച്ചിട്ട് തങ്ങൾ ടെലികാസ്റ്റ് ചെയ്തത് അതിൽ പ്ലേ ചെയ്ത് കാണിക്കുന്നു. അതോടുകൂടി വീടുകളിലുണ്ടായിരുന്ന സ്ത്രീകളെല്ലാം തന്നെ ആ സീരിയലിന്റെ സൗണ്ട് കേട്ട് അവിടേക്ക് ഒത്തുകൂടി. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന ആ സീരിയൽ കാണുന്നു. സീരിയലിന്റെ അവസാനത്തിൽ രാജാകട്ടെ സീതയുടെ മാപ്പ് പറയുന്നതാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ കിടന്ന രാജിന് രക്തം കൊടുത്ത് അയാളുടെ ജീവൻ രക്ഷിച്ചത് സീതയായിരുന്നു. അതൊന്നും മനസ്സിലാക്കാതെ സീത ജോലിക്ക് പോകുന്നതിനും കാശ് സമ്പാദിക്കുന്നതിനും ഒക്കെ അയാൾ അവളെ കുറ്റപ്പെടുത്തി. താൻ ഇതുവരെ നല്ലൊരു ഭർത്താവായിരുന്നില്ല എന്നും തന്റെ തെറ്റുകൾ തനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അവളെ ചേർത്ത് പിടിക്കുകയാണ്. അവള് ജോലിക്ക് പോകുന്നതിലോ സ്വന്തമായി സമ്പാദിക്കുന്നതിലോ ഒന്നും തന്നെ അയാൾക്കിനി ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. സീത ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതിൽ അയാൾക്ക് അഭിമാനമാണുള്ളതെന്നൊക്കെ അയാൾ പറയുന്നു. ഇങ്ങനെയൊക്കെ കാണിച്ചതോടുകൂടി ആ ആത്മാക്കളെല്ലാം തന്നെ ഒരുപാട് ഹാപ്പി ആയിട്ട് കൈയടിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഒന്നിക്കുന്നിടത്ത് ഈ സീരിയൽ അവസാനിക്കുന്നതായിട്ടും കാണിക്കുന്നു. അതോടുകൂടി ആ ആത്മാക്കളെല്ലാം തന്നെ ഇവരുടെ ശരീരം വിട്ടുപോയി. എല്ലാവരും പഴയ ലൈഫിലേക്ക് തിരിച്ചെത്തി. ഇപ്പോൾ രാത്രി 9 മണിയാകുമ്പോൾ ഒരാത്മാക്കളും
എപ്പിസോഡും വരാറില്ല, ആരും സീരിയൽ കാണാറുമില്ല. എന്നാൽ ആ സമയത്ത് പെട്ടെന്ന് ഡിഷ് കുമാർ ശ്രീനിവാസിനെ കാണാൻ വരുന്നുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം, നിങ്ങൾ ഷൂട്ട് ചെയ്ത ആ വിഷ്വൽസ് എനിക്കൊന്ന് തരുമോ എന്ന് ചോദിക്കുന്നു. ഇനിയാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. എന്താണ് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് കുമാർ അവിടെ നിന്ന് ബോക്സ് അടിച്ചു മാറ്റിയിട്ട് അത് കറക്കി കറക്കി ദൂരേക്ക് എറിഞ്ഞില്ലേ, അത് നേരെ പോയി വീണത് ഡിഷ് കുമാറിന്റെ അമ്മൂമ്മയുടെ തലയിലാണ്. അവര് തട്ടിപ്പോയി. ഇപ്പോൾ അവര് ദിവസവും രാത്രി പ്രേതമായിട്ട് വന്നിട്ട് ഇയാളുടെ ഭാര്യയുടെ ദേഹത്ത് കയറും ആ സീരിയൽ കാണാൻ. പക്ഷെ അയാളുടെ വീട്ടിലുള്ള ഡിഷിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ സീരിയൽ ആണല്ലോ. അതുകൊണ്ട് ഈ സീരിയലിന്റെ ക്ലൈമാക്സ് കാണിക്കണമെങ്കിൽ ഇവന്റെ കയ്യിലുള്ള വിഷ്വൽസ് വേണം. അങ്ങനെ ഇവർക്ക് പണി കൊടുത്ത ഡിഷ് കുമാറിന് പണി കിട്ടിയിരിക്കുന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷം ഈ ഭർത്താക്കന്മാർ ആരും തന്നെ ഭാര്യമാരെ വില കുറിച്ച് കണ്ടിട്ടില്ല. എല്ലാവരും ഭാര്യമാരെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. ശ്രീവല്ലിയാകട്ടെ ശ്രീനിവാസിന് പുതിയൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. സിറ്റിയിൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. ഈ നാട്ടിൽ ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ആദ്യം ഇതിവിടെ കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മുടെ ബിസിനസിനെ വളരെയധികം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുമെന്ന് അവൾ പറയുന്നു. അവൾ പറഞ്ഞ ആ കാര്യം ശ്രീനിവാസം അംഗീകരിക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.